ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ. അപ്പോൾ ഇന്ന് ഒഴിവുള്ള ദിവസമാണ്, കർക്കിടക വാവാണ്. അങ്ങനെ ഒഴിവുള്ള ഒരു ദിവസമാണ്. രാവിലെ പതിവിലും വളരെ വൈകി ഒരു 7 മണിയോട് കൂടിയാണ് ഞാൻ എണീറ്റത് കേട്ടോ. കാരണം സുഖമില്ല, തീരെ വയ്യ, ജലദോഷവും തലവേദനയും തൊണ്ടവേദനയൊക്കെയാണ്. അപ്പോൾ എഴുന്നേറ്റ് അലാറം അടിച്ചിട്ട് തന്നെ ഓഫാക്കി വെച്ച് കിടന്ന് ഉറങ്ങിപ്പോയതാണ് കേട്ടോ. അത്രയും ക്ഷീണമായിരുന്നു. ഗുളിക കഴിച്ചിട്ട് ആ ഒരു ക്ഷീണത്തിലായിരുന്നു. അപ്പം അതിന് ശേഷം 7 മണിക്ക് ശേഷം ഞാൻ എഴുന്നേറ്റ് രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആക്കി വെച്ചു. കാരണം മിനിക്കുട്ടന് ട്യൂഷന് പോകണം, മോനേട്ടന് ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആക്കി വെച്ച ശേഷമാണ് ഞാൻ എന്ത് ചെയ്ത് പോയി മേലൊക്കെ കഴുകി വന്നു. തല കുളിച്ചിട്ടില്ല, മേലൊക്കെ കഴുകി വന്നിട്ട് ഞാൻ ചുക്കുവെള്ളം വെക്കണം കേട്ടോ. വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയിരുന്നു. അപ്പോൾ രാവിലെ കോഴിക്കോട് ഒരു 6:45 7 മണിയാകുമ്പോഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് ക്ഷീണമായി, പിന്നെ അങ്ങനെ വെച്ചില്ല. കഴിഞ്ഞ ദിവസം തൊട്ടേ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊരു ജലദോഷത്തിൻ്റെയൊക്കെ ഒരു കോള്. അപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പം മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ റെഡിയായി രാവിലെ എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഫസ്റ്റ് ചുക്കുവെള്ളം വെക്കുകയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റതൊരു കോലത്തിലായിരുന്നു. അതാണ് രാവിലത്തെ ഇഡ്ഡലി സാമ്പാറൊന്നും എടുക്കാതിരുന്നത്, ഉണ്ടാക്കുന്നത് എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചുക്കുവെള്ളമൊക്കെ വെച്ച ശേഷം വിനിക്കുട്ടൻ കുളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. വിനിക്കുട്ടനോടാണ് ഞാൻ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. വിനിക്കുട്ടനുള്ള ഭക്ഷണം ഇഡ്ഡലി എടുത്ത് കൊടുക്കുകയാണ്. അവന് 10:30 തൊട്ടിട്ടായിരുന്നു കേട്ടോ ട്യൂഷനിലെ എക്സാമാണ്, ട്യൂഷൻ ക്ലാസ്സിലെ എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനുള്ള ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നേരത്തെ ഒന്നല്ല, 9:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കുന്നത്. വെച്ചാൽ ഈ ദിവസം, ഈ വീഡിയോ എടുക്കുന്ന ദിവസം കഴിക്കുന്നത് കേട്ടോ. അത്രയും ലേറ്റ് ആയിട്ടുണ്ട്, കാരണം എനിക്ക് ആവുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂട്ടാൻ വെച്ച് അത് കഴിഞ്ഞിട്ട് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. വിനിക്കുട്ടനെ കൊണ്ടുപോകാനുള്ള കുറച്ച് വെള്ളമേ കൊടുത്തിട്ടുള്ളൂ. കാരണം 10:30 തൊട്ടിട്ട് ഒരു 12:30 വരെ ഉള്ളൂ, 12 മണി വരെ ഉള്ളൂ ട്യൂഷൻ. അപ്പോൾ കൊണ്ടുപോയാലൊന്നും അവൻ കുടിക്കില്ല. പിന്നെ അപ്പോഴേക്കും മോഹനേട്ടൻ്റെയും കുളി കഴിഞ്ഞ് വന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഭക്ഷണമൊക്കെ എടുക്കുകയാണ് കേട്ടോ. വിനിക്കുട്ടൻ അവിടെ പോയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിനിക്കുട്ടൻ പറയുന്നുണ്ട് അച്ഛനും കൂടെ വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും എനിക്കും കൂടെ കഴിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അവിടെ പോയിരുന്ന് ഹാളിൽ പോയിരുന്നിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. ഇഡ്ഡലിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വിനിക്കുട്ടൻ പോയി വന്ന ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് വരുന്നത്. അപ്പോൾ അടുക്കളയിലേക്ക് വരുമ്പോൾ ഏകദേശം 10:30 എന്ന് പറഞ്ഞാൽ 10:15 കഴിഞ്ഞു കേട്ടോ. വന്നിട്ട് പാത്രം കഴുകിയിട്ടില്ല, കുറച്ചേ ഉള്ളൂ, കഴിച്ച പാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ അരി അടുപ്പത്തിട്ടേ വിചാരിച്ചു. അരി അടുപ്പത്തിട്ടിട്ട് നമുക്ക് കുറേശ്ശെ ചെയ്യും. കാരണം എനിക്ക് സ്പീഡിൽ തീരെ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് തൊണ്ടവേദനയും തലവേദനയും, ആ ഒരു സിട്രസിൻ ഗുളിക കഴിച്ചാൽ തന്നെ നമുക്ക് ക്ഷീണമാണല്ലോ. അപ്പോൾ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ നമ്മുടെ കപ്പ കൊണ്ടൊരു ഉപ്പേരി പോലെ വെച്ചു. കപ്പ ഉണ്ടായിരുന്നു ഒരു കഷ്ണം, അത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടേ കഷ്ണമൊക്കെ അരിഞ്ഞ് തരലൊക്കെ മോനായിട്ട് അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ആക്കി വെക്കല്ലേ വേണ്ടു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കപ്പ അടുപ്പത്തേക്ക് വെച്ചു, ഒരടുപ്പത്തിൽ അരിയും വെച്ചു. പിന്നെ എന്ത് ചെയ്യാണ്, ചീര അതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര കൊണ്ടൊരു ഉപ്പേരി. പിന്നെ ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ പിന്നെ അരിഞ്ഞു. അതൊക്കെ കുറച്ച് നേരത്തെ പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് ചീരപ്പേരി വെക്കാനുള്ള ഒരു പൊക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം വഴന്ന് വരുമ്പോഴേക്ക് അത് വഴരാൻ വെച്ചാൽ നമ്മൾ വഴറ്റാൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അരി തിളച്ചപ്പോൾ അരി അടുപ്പത്തേക്ക് അങ്ങോട്ട് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചീര അത്ര വേണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം നമുക്ക് കൂട്ടാൻ വെക്കാൻ എടുക്കാമല്ലോ ചീര. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല, ഒന്ന് വാടിയൊക്കെ വന്നിട്ടാണ് കേട്ടോ ഉപ്പിടുക, അല്ലാണ്ട് ഉപ്പിട്ട് അധികമായി പോവും. അപ്പോൾ അത് വാടി വരുന്നതിന് പിന്നെ അതിൻ്റെ അളവ് കുറയുമല്ലോ ചീരേൻ്റെ. പിന്നെ ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞളൊക്കെ ഇട്ടിട്ട് നല്ലോണം എന്താക്കണം, അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കൂട്ടാൻ ഉപ്പേരി അവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലോണം ആയി വന്നപ്പോൾ അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നല്ലോണം എന്താക്കി ഒന്ന് ഇളക്കി നല്ല സെറ്റായി. നല്ല ഉപ്പേരിയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അറിയാമല്ലോ, നല്ല ഉപ്പേരിയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കപ്പയിലെ വെള്ളമൊക്കെ തിളച്ചു, കപ്പ വെന്തു. അപ്പോൾ വെള്ളം നമ്മൾ ഊറ്റിക്കളയുമല്ലോ, അങ്ങനെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞു. ഇനി അതിനൊരിത്തിരി തേങ്ങ ഇട്ടിട്ട് വറവിടുക, അങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമില്ല. കപ്പ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. പിന്നെ കപ്പ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കപ്പ അങ്ങനെ ഒരു ഉപ്പേരി പോലെ തന്നെ അതും വെച്ചോട്ടോ. അതിനൊക്കെ ഒരു കടുകും മുളകും കരുവേപ്പിലയൊക്കെ ഒന്ന് വറവിട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം, ആ പാത്രം അപ്പം തന്നെ കയ്യോടെ തന്നെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പേരീൻ്റെതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഒഴിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ കൂട്ടാൻ ഞാൻ ആദ്യം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചട്ടിക്കകത്തായിരുന്നു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഞാൻ വേറെ മാറ്റി ഒഴിച്ചു വെച്ചിട്ടാണ് ആ പാത്രം അവിടെ കഴുകിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കപ്പ അതിലേക്ക് വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 പപ്പടവും കാച്ചി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വിനിക്കൂട്ടാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ പപ്പടവും കൂടെ ആക്കി. ഇനിയിപ്പം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ദിവസം പപ്പടം കാച്ചില്ല, പപ്പടം കാച്ചിയാൽ പല അസുഖങ്ങളും വരും എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പടം കാച്ചുന്നതൊക്കെ ഞാൻ ക്യാൻസലാക്കിയതാണ്. എന്നാലും ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കുറച്ച് പപ്പടം കാച്ചിയേക്കാന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അലക്കാനും ഇട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അലക്കാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ പോകുമ്പോഴിട്ടത് കോട്ടൻ്റെ ഒക്കെ ചുരിദാറാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിഫ് ആൻഡ് ഷൈനിൽ മുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ ശീല പോലെ തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതൊക്കെ മോഹനേട്ടൻ്റെ 2 ഷർട്ട് അതൊക്കെ ഒരു കോട്ടൺ മോഡലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്തോ ഒരു പോലെ നിൽക്കും, ഒരു ഉറപ്പുണ്ടാവില്ല നമ്മൾ ഇസ്തിരിയൊക്കെ ചെയ്യുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാനൊന്ന് സ്റ്റിഫ് ആൻഡ് ഷൈനിൽ മുക്കിയിട്ട് വെയിലത്തിടാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, വെയിലുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നല്ലൊരു സുഖമാണ്. വെയിലുള്ളതുകൊണ്ട് ഉണക്കിയിടാനും പറ്റുമല്ലോ. അപ്പോൾ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്ന് പിന്നുള്ളത് ഞാനൊക്കെ ഉണക്കിയിട്ട് അങ്ങനെ ആറിയിട്ടു. പിന്നെ കുറേ മോഹനേട്ടൻ വന്നപ്പോൾ കുറേ മേലെ ആറിയിട്ടു കേട്ടോ. എനിക്ക് മേലേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ മോഹനേട്ടൻ വന്നിട്ടാണ് മേലേക്കുള്ളത് ആറിയിട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അതുവരെയുള്ള പാത്രങ്ങളും ഒക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് വേഗം ചെയ്യുന്നത്. വേഗം എന്നല്ല, 12:15 അല്ല 10:15 തുടങ്ങിയിട്ട് തന്നെ 12 മണിയാകുമ്പോഴേക്ക് തീർന്നുണ്ട് കേട്ടോ ഏകദേശം പണികളൊക്കെ. കുറച്ച് തല പൊന്തുന്നുണ്ടായിരുന്നു ആ സമയത്ത്. നമുക്ക് തല പൊന്തുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ വേഗം ചെയ്യുമല്ലോ. പിന്നെ വയ്യാണ്ടിരിക്കുമ്പോൾ അവിടെ കിടക്കുക, അതാണ് എൻ്റെ പോളിസി. വയ്ക്കുമ്പോൾ ചെയ്യുക, വയ്യാണ്ടിരുന്നാൽ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കുക, അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇപ്പോൾ ചെയ്യാൻ പറ്റുമ്പോൾ അതൊക്കെ വേഗം ചെയ്യാമെന്ന്. പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയിട്ടു, അവിടെയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചു കിട്ടും. തുടയ്ക്കുന്നു അതേപോലെ 2 ദിവസമായി തുടച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസവും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എനിക്ക് ഓരോ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ദിവസമായിട്ട് തുടച്ചിട്ടില്ല. അകങ്ങൾ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ഒന്ന് തുടച്ചിട്ടു. പിന്നെ ഒക്കെ ഞാൻ പാത്രമൊക്കെ കഴുകുമ്പോഴേക്കും എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചു കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് അയൺ ചെയ്യണം, കുറച്ച് അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് അയൺ ചെയ്ത് വെച്ചാൽ ഇനിയും ഉണ്ട്, കുറച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ, ബാക്കി കുറേശ്ശെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻകൂട്ടം ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വരുന്നവരെ ഉള്ളത് അയൺ ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ നമുക്ക് കിടക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അവൻ വരുമ്പോഴേക്ക് അത്രയുള്ള കുറച്ച് മോനേട്ടൻ്റെ ഷർട്ടും എൻ്റെ ചുരിദാറുകളും ഒക്കെ അയൺ ചെയ്യാണ് കേട്ടോ, കുറച്ച് പാൻസും ഒക്കെ. ഇനി ബാക്കിയുണ്ട്, മോനേട്ടൻ പറഞ്ഞിട്ട് എല്ലാം കൂടെ ചെയ്യണ്ട, ഞാൻ വന്നിട്ട് ചെയ്യുമെന്ന് മോനേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മീൻകൂട്ടൻ എത്തി. അപ്പോഴേക്കാണ് നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നത്, ചോറ് അരിയൊക്കെ. അങ്ങനെ വന്നപ്പോൾ ഞാൻ മോഹനേട്ടനും എത്തി. മീൻകൂട്ടൻ അച്ഛൻ വന്നിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് മോഹനേട്ടനുള്ള ഭക്ഷണമായിട്ട് എടുത്ത് കൊടുക്കുന്ന ചോറും ചീരപ്പേരിയും പിന്നെ നമ്മുടെ കപ്പ കൊണ്ട് ഒരു ഉപ്പേരി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പപ്പടം. ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണ്. ഹൈപ്പും കമൻറ്റും ലൈക്കൊക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ.